ജസ്പ്രീത് ബുംറ ഈ ശ്രീലങ്കൻ പര്യടനത്തിന് ഇല്ല എന്നുള്ളത്. കാരണം നേരത്തെ തന്നെ ക്രിക്കറ്റ് കൺട്രോൾ ബോർഡ് പറഞ്ഞ എന്താ വെച്ചാൽ എന്തായാലും ഉണ്ടാവും, മെഡിക്കൽ പ്രശ്നങ്ങളൊന്നും ഇല്ല എന്നാണ്. അപ്പോൾ ആദ്യം നമ്മൾ വിചാരിച്ച എന്തോ ഒരു കമ്മ്യൂണിക്കേഷൻ പ്രശ്നമാണെന്ന്. പക്ഷെ മറ്റെന്തോ ഒരു പ്രോബ്ലം ബുംറയുടെ ഈ അസാന്നിധ്യത്തിൻ്റെ ഉള്ളിലുണ്ട് നമുക്ക് തോന്നുന്നു. പ്രോബ്ലം എന്ന് പറഞ്ഞാൽ മുട്ടിന് ശരിക്കും പരിക്കുണ്ട്. അത് ഇംഗ്ലണ്ടിലെ രണ്ടാമത്തെ ODIയുടെ സമയത്ത് ലാൻഡ് ചെയ്തത് മുട്ടിനെ ജാർ ചെയ്തിട്ട് അന്ന് അപ്പം തന്നെ ഈ മറ്റേ സൈനോവിയൽ ഫ്ലൂയിഡ് ഒക്കെ ഡ്രെയിൻ ചെയ്തിട്ടാണ് നടക്കാൻ പറ്റിയിരുന്നത് ശരിക്കും. അപ്പൊ അങ്ങനത്തെ ഒരു പരിക്ക് കഴിഞ്ഞിട്ട് ഒരു കളിക്കാരനെ റിസ്ക് ചെയ്യാന്ന് പറഞ്ഞാൽ, പ്രത്യേകിച്ച് ബുംറയ്ക്ക് ഒരു നീണ്ട ഒരു ഇഞ്ചുറി ഹിസ്റ്ററി ഉള്ള കളിക്കാരനാണ്. അത് പല വളരെ ഗുരുതരമായ പരിക്കുകൾ, ഇപ്പൊ സ്പൈൻ, അതെ, വേൾഡ് കപ്പിന്റെ സമയത്ത്. അപ്പൊ ഇനി എനിക്ക് തോന്നുന്നു ഇന്ത്യൻ ക്രിക്കറ്റിന് തീരുമാനിക്കണം എങ്ങനെ നമ്മൾ ബുംറയെ ഉപയോഗിക്കണം. എന്താ വെച്ചാൽ ഇപ്പൊ ടീമിന്റെ ടാർഗറ്റ് വെച്ച് നോക്കിക്കഴിഞ്ഞാൽ ഈ അടുത്ത വേൾഡ് ടെസ്റ്റ് ചാമ്പ്യൻഷിപ്പ് ഫൈനലിൽ എത്താൻ നമുക്ക് സാധ്യത വളരെ കുറവാണ്. ഇനിയുള്ളത് ശ്രീലങ്കയിൽ 2 ടെസ്റ്റ്, ന്യൂസിലൻഡിൽ 2 ടെസ്റ്റ്, പിന്നെ ഓസ്ട്രേലിയ ഇവിടെ 5 ടെസ്റ്റിന് വരും. വെസ്റ്റ് ഇൻഡീസ് ഇവിടെ ഇല്ല, അതിൽ ടെസ്റ്റ് ഇല്ല. അപ്പൊ ഇതിൽ ഈ 9 ടെസ്റ്റ് ജയിച്ചാൽ തന്നെ ചിലപ്പോൾ നമ്മൾ ഫൈനലിൽ എത്തുള്ളൂ. ഇന്നാ തന്നെ ഉറപ്പൊന്നുമില്ല, ബാക്കി ടീംസിന്റെ റിസൾട്ട് അനുസരിച്ചിരിക്കും. അപ്പോൾ പിന്നെ എന്താ പ്രയോറിറ്റി? 27 ലോകകപ്പ്, 50 ഓവേഴ്സ് ലോകകപ്പ് സൗത്ത് ആഫ്രിക്കയിലും സിംബാബ്വേയിലും നമീബിയയിലുമായി നടക്കുന്നു. 28 T20 ലോകകപ്പും ഉണ്ട്, ഒളിമ്പിക്സും ഉണ്ട്. ഒളിമ്പിക്സിൽ T20 ആണ് ഫോർമാറ്റ്. അപ്പൊ അതിൽ വലിയ ശ്രദ്ധയുണ്ട് BCCIക്ക്. എന്താ വെച്ചാൽ നമ്മള് സ്വർണ്ണ മെഡൽ നേടാത്തൊരു നാടാണ്. അപ്പോൾ ഒന്നിന് ചാൻസ് ഉള്ള ഒരു ഇവന്റ് ആവുമ്പോൾ അത് തീർച്ചയായിട്ടും സീരിയസ് ആയിട്ട് എടുക്കും. അപ്പൊ ഇതില് ബുംറ കളിക്കണം. 50 ഓവേഴ്സ് ലോകകപ്പിലും ഈ ഒളിമ്പിക്സിലും ഒക്കെ കളിക്കണം എന്നുണ്ടെങ്കിൽ ഫിറ്റ് ആയിരിക്കണം. അപ്പൊ അതിന്റെ ഇടയ്ക്ക് ഈ 6 or 7 ടെസ്റ്റ് ഒക്കെ കളിച്ചാൽ ചിലപ്പോ പരിക്കുകാരന് 1 കൊല്ലോ 1.5 കൊല്ലോട്ട് ചിലപ്പോ പുറത്തായി എന്ന് വരും. അപ്പൊ ആ റിസ്ക് എടുക്കണോന്നുള്ളതാണ്. അത് കളിക്കാരന്റെ ഭാഗത്തു നിന്ന്. ഇപ്പൊ നമുക്കൊരു AC സ്റ്റുഡിയോയിൽ ഇരുന്ന് പറയാൻ വളരെ എളുപ്പം, രാജ്യത്തിന് വേണ്ടി നിങ്ങൾ ഈ ത്യാഗം ചെയ്യണം എന്നൊക്കെ. പക്ഷെ പണ്ടത്തെ എത്രയോ കളിക്കാരെ ഞാൻ കണ്ടിട്ടുണ്ട്, 50-60 വയസ്സാകുമ്പോഴേക്കും അവർക്ക് വടിയില്ലാതെ നടക്കാൻ പറ്റില്ല. ആർത്രൈറ്റിസ് ഒക്കെ അത്രയും മോശമായിട്ട്. ഹർഭജൻ സിംഗിന്റെ ഒക്കെ വിരല് ശരിക്കും മനുഷ്യന്റെ വിരലാന്ന് നമ്മൾ പറയില്ല, അത്രയും ഡിഫോംഡ് ആയിട്ട് ഈ സ്പിന്നിങ് ഫിംഗർ ഒക്കെ. അപ്പൊ അവരൊക്കെ അത്രയും ത്യാഗം സഹിച്ചിട്ടാണ് ഇത്രയും കളി കളിച്ചിട്ടുള്ളത്. അപ്പൊ നമുക്ക് പറയാൻ എളുപ്പ പോയി കളിക്കണം, അവരുടെ ഹെൽത്താണ് ബാധിക്കുന്നത്. ഇപ്പൊ ഒരു സ്പൈനൽ ഇഞ്ചുറി ഒക്കെ ആകുമ്പോ എന്തെങ്കിലും ഒരു ചെറിയ തെറ്റ് പറ്റിയാൽ നിങ്ങൾ വീൽ ചെയറിലായി. ഈ നമ്മളിപ്പം ക്യാപ്റ്റൻസി, ടെസ്റ്റ് ക്യാപ്റ്റൻസി ഓഫർ ചെയ്തായിരുന്നല്ലോ ബുംറയ്ക്ക്. അപ്പൊ അന്നേരം വേണ്ടാന്ന് പറയാനുണ്ടായ കാരണം എന്താ വെച്ചാല് ഈ വർക്ക് ഓവർലോഡ് എന്നുള്ളതാണ്. പക്ഷെ അതിനുശേഷവും വലിയ ഓവർലോഡിലാണ് ബുംറ കളിച്ചുകൊണ്ടിരുന്നത്. അപ്പൊ അതിനകത്ത് ഈ BCCIക്ക് ഒരു പങ്കില്ലേ? BCCIക്ക് ഒരു പങ്കില്ലേ എന്ന് പറഞ്ഞാൽ, ഇപ്പൊ വലിയൊരു ടൂർണമെന്റ്, ഇപ്പൊ വൈറ്റ് ബോൾ ക്രിക്കറ്റിൽ ഇപ്പൊ 23-ത്തെ ലോകകപ്പിന് ശേഷം ഇപ്പോഴാണ് ഇംഗ്ലണ്ടിലാണ് ബുംറ 50 ഓവേഴ്സ് കളിച്ചത്. മറ്റേ ODI ക്രിക്കറ്റ് നോക്കിക്കഴിഞ്ഞാൽ, T20 ക്രിക്കറ്റ് നോക്കിക്കഴിഞ്ഞാൽ നമ്മൾ 2 ലോകകപ്പ് അടുപ്പിച്ച് ജയിച്ചത് ബുംറയുടെ പ്രസൻസ് കാരണം. അതാർക്കും അല്ലാന്ന് പറയാൻ പറ്റില്ല. പ്രത്യേകിച്ച് ഏറ്റവും പ്രധാനപ്പെട്ട കളികളിൽ വിക്കറ്റ് എടുത്തില്ലെങ്കിൽ വളരെ ക്രിട്ടിക്കലായിട്ടുള്ള ഓവറിൽ 2 റണ്ണൊക്കെ വഴങ്ങിയിട്ട് 2 റൺ മാത്രം വഴങ്ങി അങ്ങനെ ഇന്ത്യ ജയിപ്പിച്ചിട്ടുള്ള കളിക്കാരനാണ്. അപ്പൊ ഈ ഫോർമാറ്റ്സിൽ ഉപയോഗിക്കണം. പിന്നെ ഇപ്പൊ IPL വന്നു കഴിഞ്ഞാൽ BCCIക്ക് ആയാലും കളിക്കാർക്കായാലും അവർക്ക് ഏറ്റവും പൈസ കിട്ടേണ്ടത് IPL എന്നാണ്. ബോർഡിനും അതെ, കളിക്കാർക്കും അതെ. ഏറ്റവും ഇപ്പൊ ഒരു സെൻട്രൽ കോൺട്രാക്ടിന് കിട്ടുന്നതിന്റെ 2 ഇരട്ടി അല്ലെങ്കിൽ 2.5 ഇരട്ടിയാണോ ഓരോ IPL ടീമും കളിക്കാരന് കൊടുക്കുക. അപ്പൊ അവർക്ക് ഞാൻ കളിക്കില്ല എന്ന് പറയാൻ വലിയ ബുദ്ധിമുട്ടാണ്. ഒരു 3 കൊല്ലത്തെ കോൺട്രാക്ട് ഒക്കെ സൈൻ ചെയ്ത് കഴിഞ്ഞാൽ ഇപ്പൊ മുംബൈ ഇന്ത്യൻസ് നീ നാളെ കളിക്കണം എന്ന് പറഞ്ഞാൽ കളിക്കില്ല എന്ന് പറയാൻ ബുദ്ധിമുട്ട്. അല്ലെങ്കിൽ BCCIയുടെ മെഡിക്കൽ ടീം വളരെ കർശനമായിട്ട് ഇവൻ എന്ത് ചെയ്താലും കളിക്കാൻ പറ്റില്ല എന്ന് പറഞ്ഞാൽ അങ്ങനെ പലപ്പോഴും ഒരു സീസണൊക്കെ കളിക്കാർ മിസ് ചെയ്തിട്ടുണ്ട്. അല്ലാതെ പക്ഷെ ഒരു 50-50 കേസിൽ അവർക്ക് ഇടപെടാൻ പറ്റില്ല. ഈ നമ്മളിപ്പോൾ ഫുട്ബോളിൽ ദിലീപ് എപ്പം പറയുന്നതാണല്ലോ ഈ കലണ്ടർ ഉണ്ടാക്കുന്ന പ്രശ്നങ്ങൾ, കളിക്കാരുടെ മുകളിൽ വരുന്ന പ്രഷേഴ്സ്. അതുപോലെ ഈ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഇന്ത്യൻ ക്രിക്കറ്റിൽ അങ്ങനത്തെ ഒരു പ്രശ്നമുണ്ടോ? ഇന്ത്യൻ ക്രിക്കറ്റിൽ ശരിക്കും ആ പ്രശ്നമില്ല. എന്താ വെച്ചാൽ ഇപ്പൊ നമുക്ക് എല്ലാ
ഫോർമാറ്റ് അനുസരിച്ചിട്ടാണ് ഇപ്പോൾ ടീംസ് പലപ്പോഴും സെലക്ട് ചെയ്യുന്നത്. ഇപ്പോൾ സഞ്ജു സാംസൺ T20 മാത്രമേ ഉള്ളൂ, മറ്റേ രണ്ടും കളിക്കുന്നില്ല. അഭിഷേക് ശർമ്മ ടെസ്റ്റ് ടീമിലില്ല. വൈഭവ് സൂര്യവംശി ഇപ്പോൾ T20 വന്നിട്ടേ ഉള്ളൂ. അപ്പം അങ്ങനെ പല സ്ക്വാഡിലും ഈ 3 സ്ക്വാഡിലുള്ള ഇപ്പം ശുഭ്മൻ ഗില്ല് T20 ടീമിൽ ഉണ്ടായിട്ടില്ല അടുത്ത കാലത്ത്. അപ്പം എല്ലാം കളിക്കണ കളിക്കാർ കുറവാണ്. ബുംറയുടെ കാര്യത്തിൽ പ്രശ്നം എന്താണെന്ന് ഇത്രയും ഫാസ്റ്റ് ബോളിംഗ് എന്ന് പറയേണ്ടത്, ഇത് ഞാൻ എൻ്റെ അനുഭവത്തിൽ നിന്നൊന്നും പറയേണ്ടതല്ല. ഫ്രാങ്ക് ടൈസൺ എന്ന് പറഞ്ഞ പണ്ട് ഇംഗ്ലണ്ടിലത്തെ ഏറ്റവും ഫാസ്റ്റസ്റ്റ് ബോളറായിരുന്നു. പിന്നീട് അദ്ദേഹം പരിക്ക് കാരണം വിരമിച്ചിട്ട് ഒരു കോച്ചായി. ഏറ്റവും പേരുകേട്ട ഫാസ്റ്റ് ബോളിംഗ് കോച്ചായിരുന്നു. ആദ്യം ഈ ബയോമെക്കാനിക്സ് ഇതൊക്കെ ക്രിക്കറ്റിലേക്ക് കൊണ്ടുവരുന്നത് ഫ്രാങ്ക് ടൈസൺ ആണ്. അപ്പോൾ ഫ്രാങ്ക് ടൈസണ് ഞാൻ 2002 അദ്ദേഹത്തിനോട് സംസാരിക്കുമ്പോൾ എന്നോട് പറഞ്ഞ ഒരു വാചകം ഞാൻ ഇനിയും മറന്നിട്ടില്ല. ഇറ്റ്സ് ദ മോസ്റ്റ് അൺനാച്ചുറൽ ആക്ട് ഫാസ്റ്റ് ബോളിംഗ്. എന്ന് വെച്ചാൽ നമ്മുടെ ആ ബോഡി പൊസിഷനും ഇതൊക്കെ അതിൻ്റെ മേധ വരുന്ന സ്ട്രെസ്സും ആർക്കും ഇമാജിൻ ചെയ്യാൻ, പ്രത്യേകിച്ച് മുട്ടൊക്കെ ഇങ്ങനെ നിലത്ത് ആ സ്പീഡിൽ ചവിട്ടുമ്പോൾ ആ ഇമ്പാക്റ്റ്. ഇത് ഈ ടെസ്റ്റ് ക്രിക്കറ്റ് കളിക്കുക എന്ന് പറഞ്ഞാൽ ബുംറയെ പോലത്തെ ഒരു കളിക്കാരൻ മിനിമം 15 ഓവർ എറിയണം. 15 ഓവർ എന്ന് പറഞ്ഞാൽ 90 തവണയാണ് നിങ്ങൾ ഇത് റിപ്പീറ്റ് ചെയ്യേണ്ടത്. അതിൻ്റെ ഇടയ്ക്ക് നോ ബോളും ഇതൊക്കെ വന്നു എന്ന് വരും. അപ്പൊ അത് ഒരു ഇഞ്ചുറി ഹിസ്റ്ററി ഉള്ള ഒരു കളിക്കാരന് അത് ഭയങ്കര ഒരു റിസ്ക് തന്നെയാണ്. അപ്പൊ അതാ ഞാൻ പറഞ്ഞു, ഇന്ത്യൻ ക്രിക്കറ്റിന് ഇനിയിപ്പൊ തീരുമാനിക്കണം. ഇപ്പൊ ബുംറ നമുക്ക് ഒന്നുമില്ലെങ്കിൽ വളരെ പ്രധാനപ്പെട്ട ടെസ്റ്റിന് മാത്രം, ഇപ്പൊ ഓസ്ട്രേലിയ ആയിട്ടുള്ള 5 ടെസ്റ്റിൽ 5 എണ്ണവും കളിക്കാൻ പറ്റില്ല എന്ന് എനിക്ക് ഉറപ്പാണ്. അപ്പൊ അതിൽ 3 എണ്ണത്തിന് മാറ്റി വെക്കുക, അങ്ങനെ എന്തെങ്കിലും. അല്ലെങ്കിൽ ഇപ്പൊ ഒരു വേൾഡ് ടെസ്റ്റ് ചാമ്പ്യൻഷിപ്പ് ഫൈനൽ എത്തിയാൽ അത് കളിക്കുക. പക്ഷെ എപ്പോഴെങ്കിലും നമുക്ക് മുന്നോട്ട് നോക്കി പ്ലാൻ ചെയ്യണം. ബുംറ ഇല്ലാത്തൊരു ഫ്യൂച്ചറിലേക്ക് പ്ലാൻ ചെയ്യണം ഇന്ത്യൻ ക്രിക്കറ്റിന്. എന്താ വെച്ചാൽ ടെസ്റ്റ് ക്രിക്കറ്റിൽ ഇത് മുന്നോട്ട് പോകാൻ പറ്റുന്ന ഒരു ഇതാണെന്ന് എനിക്ക് തോന്നുന്നില്ല. ഈ ബുംറ ഇല്ലാത്ത ഇന്ത്യൻ ഒരു ഫാസ്റ്റ് ബൗളിംഗ്, അതായത് ഇപ്പം അർഷ്ദീപ് ഉണ്ട്, ആകാശ്ദീപ് ഉണ്ട്, പിന്നെ പുതിയ റീപ്ലേസ്മെന്റ് എന്ന് പറയുന്ന അക്ബ് നബി, ഈ ഒരു ഫോഴ്സിനെ വെച്ചിട്ട് എങ്ങനെയായിരിക്കും നമ്മളൊരു സാധ്യത? ബുംറ എന്ന് പറഞ്ഞാൽ ഇവിടെയും ബാക്കി എല്ലാവരും ഇവിടെ, അത് ഭയങ്കര ഒരു ഡ്രോപ്പാണ്. പണ്ട് ഇപ്പം നോക്കിക്കഴിഞ്ഞാൽ ഇപ്പോൾ ഒരു 8-9 കൊല്ലം മുമ്പ് എനിക്ക് ഓർമ്മയില്ല, ഞാൻ വിരാട് കോഹ്ലിയോട് അവസാനം സംസാരിച്ചത്. അപ്പം നമുക്ക് ഭയങ്കര ഒരു ലക്ഷറി ആയിരുന്നു. ഉമേഷ് യാദവ്, ഭുവനേശ്വർ കുമാർ ഇവരൊക്കെ ബെഞ്ചിലിരിക്കുക, ഇഷാന്ത് ശർമ്മ ഇവരൊക്കെ ബെഞ്ചിലിരിക്കണ കാലം. ഇപ്പൊ ആ ഒരു ക്വാളിറ്റി കളിക്കാർ നമുക്ക് ടീമിൽ പോലും ഇല്ല. അതാണ് കാലം പെട്ടെന്ന് മാറി. ഇപ്പൊ മുഹമ്മദ് ഷാമി ഇപ്പൊ സെലക്ടേഴ്സ് നോക്കുന്നില്ല, പ്രായം കാരണം ഞങ്ങൾക്ക് ഇനി മുന്നോട്ട് നോക്കണം എന്ന് പറഞ്ഞിട്ട്. അതിന് ഞാൻ കുറ്റം പറയൂല. ഇപ്പൊ രഞ്ജി ട്രോഫിയിലൊക്കെ കഴിഞ്ഞ സീസൺ ഷമിയുടെ 2ാമത്തെ സ്പെല്ലൊക്കെ ആകുമ്പോഴേക്കും സ്പീഡ് 128-130 ഒക്കെ ആവും. അത് അന്താരാഷ്ട്ര ക്രിക്കറ്റിന് അത് പോരാ. രഞ്ജി ട്രോഫിയിൽ ഇപ്പോഴും ഈ 10 കൊല്ലം കളിച്ചാലും ഷമി വിക്കറ്റ് എടുക്കും. പക്ഷെ അതല്ലല്ലോ ഇന്റർനാഷണൽ ക്രിക്കറ്റ് എന്ന് പറഞ്ഞാൽ. അപ്പൊ അതേപോലെ ഇപ്പൊ ഹർഷ്ദീപ് സിംഗ് ഒന്നും അധികം റെഡ് ബോൾ തന്നെ കളിച്ചിട്ടില്ല. പ്രസീദ് കൃഷ്ണ വളരെ കുറച്ച് ഫസ്റ്റ് ക്ലാസ് ക്രിക്കറ്റ് കളിച്ചിട്ടുള്ളൂ. അപ്പൊ ഇവർക്കൊന്നും ആ ഒരു ടെസ്റ്റ് ക്രിക്കറ്റ് എന്ന് പറഞ്ഞാൽ ഈ മാജിക് ബോൾ എറിഞ്ഞ് വിക്കറ്റ് കിട്ടുന്ന ഒരു സംഭവമല്ല. അത് കൺസിസ്റ്റന്റ് ആയിട്ട് ഇങ്ങനെ 15-16 ഓവർ എറിയാൻ പറ്റും. അത് ഇപ്പോഴത്തെ സ്ക്വാഡിൽ ശരിക്കും അത് തെളിയിച്ചിട്ടുള്ളത് സിറാജ് മാത്രമേ ഉള്ളൂ. അത് തനിക്കത് ചെയ്യാൻ പറ്റുന്നുള്ള ആ ഒരു ഡിസിപ്ലിൻ, സ്റ്റാമിനയും ഇതൊക്കെ ഉള്ളത്. ബാക്കി എല്ലാവരും ഇപ്പൊ അക്കിബ് നബി രഞ്ജി ട്രോഫിയിൽ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ പ്രത്യേകിച്ച് നോർത്ത് ഇന്ത്യയിലത്തെ വിക്കറ്റ്സ് വിന്ററിൽ കുറച്ച് പേസ് ബോളിംഗ് ഫ്രണ്ട്ലി ആയിരിക്കും. അപ്പൊ തീർച്ചയായിട്ടും മിക്ക നല്ല കളിക്കാർ, പണ്ടൊക്കെ ജോഗീന്ദർ ശർമ്മ ഇവരൊക്കെ എല്ലാ മാച്ചിലും 5-6 വിക്കറ്റ് ഒക്കെ എടുക്കുകയാണ്. എന്താ കണ്ടീഷൻസ് അങ്ങനെയാണ്. പക്ഷെ അതുപോലെ ഇന്റർനാഷണൽ ക്രിക്കറ്റിൽ സക്സീഡ് ചെയ്തോളണമെന്നില്ല. അപ്പൊ എല്ലാവരും പ്രതീക്ഷിക്കേണ്ടത് അക്കിബ് നബി നന്നായി ചെയ്യുന്നതാണ്. പക്ഷെ ഒരു ബുംറ ലെവൽ സ്കിൽസോ പേസോ ഒന്നും ഇല്ല. അപ്പൊ അത് ആരെ നോക്കിയാലും ബുംറ കഴിഞ്ഞാൽ ഭയങ്കര ഒരു ഡിപ്പാണ്. പിന്നെ സിറാജ് അതിന്റെ ഇടയ്ക്കുണ്ട്, പക്ഷെ അതിനും താഴെയാണ് ഇപ്പോഴത്തെ ഒരു സെറ്റ് കളിക്കാറുള്ളത്.